ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നലെ ഞങ്ങളൊരു ചീരത്തോട്ടത്തിൽ പോയതാട്ടോ. അടിപൊളിയാണ്. ഞാൻ ശരിക്കും ഇത്രയും ചീര നിൽക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി കണ്ടപ്പോൾ. അവർ നല്ല ഓർഗാനിക് ആയിട്ട് പ്രത്യേകിച്ച് കെമിക്കൽ ഒന്നും ചേർക്കാതെ വളർത്തിയെടുക്കുന്ന ഒരു ചീര കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനും. അപ്പം ഞങ്ങളൊന്ന് പോയി നോക്കിയതാട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷെ സന്ധ്യ ആയതുകൊണ്ട് ഒരുപാട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് എൻ്റെ മോൻ വന്നൊന്ന് ചിരിച്ച് കാണിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ചീരയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വന്നു കേട്ടോ. ഇനി നമുക്കിത് കറിയാക്കിയാലോ? അതിനായി ദാണ്ട ഈ ചെറിയ തണ്ടൊക്കെ എടുക്കാം കേട്ടോ. ഇങ്ങനെ ഉള്ള ചീര അരിയൊന്നും വേണ്ട. ഇതുപോലെ തന്നെ പാനിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. വലിയ കട്ടിയുള്ള തണ്ടൊക്കെ അങ്ങ് വെട്ടി മാറ്റണം. ചെറിയ ചെറിയ തണ്ടൊക്കെ നമുക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 3 തക്കാളി, അത് കുഞ്ഞി തക്കാളി അതിൻ്റെ പേരിൽ 3 ചേർക്കുന്നു. വലുതാണെങ്കിൽ 1 2 ചേർത്താൽ മതിയാവും കേട്ടോ. ഇനി ഇതിലേക്കൊരു 5 കുഞ്ഞുള്ളി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ എരിവിന് ആവശ്യത്തിന് ഒരു 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു 2 അല്ലി വെളുത്തുള്ളി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. നല്ല അടിപൊളി ഒരു കറിയാട്ടോ ഇത്. ഞാൻ ഇങ്ങനെ നിങ്ങൾ കറി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയും കൂടെ. ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്നങ്ങ് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് ഇരിക്കുമ്പോഴേക്കും ഇത് വെന്ത് വരും കേട്ടോ. അത്യാവശ്യം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പൊ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ചീരയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിം അങ്ങ് ഓഫാക്കി ഇതൊന്ന് തണുക്കാനായി വെയിറ്റ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് അവിടെ നിന്ന് തണുത്തോട്ടെ. ഇനിയിപ്പോൾ റമദാനൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നോമ്പ് സമയത്തൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. അത്താഴത്തിനൊക്കെ ഇതുപോലൊരു കറിയൊക്കെ ഉണ്ടാക്കിയാൽ ചോറിന് ഇത് മാത്രം മതിയാവും കേട്ടോ. ഇപ്പൊ ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിതൊരു മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി നമ്മൾ ആ ചീര വേവിച്ചെടുത്ത വെള്ളം തന്നെ കുറച്ച് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് അങ്ങ് പേസ്റ്റ് ആയിട്ടൊന്നും അരയ്ക്കണ്ട, ചെറുതായിട്ടൊന്ന് തരിതരിപ്പോടെ തന്നെ അരച്ചെടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതൊന്ന് താളിക്കാനായിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും 1 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടെ ഒന്ന് ഇട്ട് അതും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. കൂടെ ഒരു ചെറിയ സവാള കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ കുഞ്ഞുള്ളിയാണുള്ളതെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ്, അത് ചേർത്താലും മതിയാവും. അതൊന്ന് ചെറുതായിട്ട് ട്രാൻസ്പെറന്റ് ആവുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതൊന്ന് ട്രാൻസ്പെറന്റ് ആയി വരുമ്പോഴേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ മിക്സും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചീര അരച്ചെടുക്കുമ്പോഴാണ് ഇതുപോലെ അല്പം തരിതരിയായിട്ട് തന്നെ അരച്ചെടുക്കാൻ ഒന്ന് ശ്രദ്ധിക്കണേ. ഇതും കൂടെ ചേർത്ത് ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർത്ത് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. നല്ല അടിപൊളി ഒരു കറിയാട്ടോ. ചീരയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാ. പിന്നെ ചീര കഴിക്കാത്തവര് ഇത് കാണാത്തതായിരിക്കും കേട്ടോ നല്ലത്, അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്ത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെയും ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പൊ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. മിക്സ് ആക്കി ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് ചെറുതായിട്ട് തിളച്ചൊന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആവും കേട്ടോ. അപ്പം ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ചീര ഇഷ്ടമുള്ളവർ ട്രൈ ചെയ്താൽ മതിയാവും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. കൂടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പം ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അത്